വാർത്തയിലേക്ക് കടന്നാൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഇന്ന് പട്നയിൽ സമാപനം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമാപന റാലി ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളെല്ലാം സമാപന സമ്മേളനത്തിന്റെ ഭാഗമാകും. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ER, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടനമായി മാറാൻ പോവുകയാണ് ഈ സമാപന റാലിയും സമ്മേളനവും, അല്ലേ? അതെ ആര്യ, കാരണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് അടുത്ത മാസം. അതായത് ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ പ്രഖ്യാപനമുണ്ടാകും. ഇന്ന് 1-ാം തീയതിയാണ് പ്രഖ്യാപനം. ഈ മാസം തന്നെ ബീഹാറിൽ ഉണ്ടാകും. അതിനു മുൻപാണ് വോട്ട് ചോർച്ച, വോട്ട് കൊള്ളടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യാത്ര നടത്തിയത്. ആ യാത്ര ഏതാണ്ട് 2 ആഴ്ചയിലധികം സംസ്ഥാനത്തെ പര്യടനം നടത്തി. പ്രത്യേകിച്ച് 110 മണ്ഡലങ്ങൾ, 25 ജില്ലകളിലായി 110 മണ്ഡലങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നുപോയത്. ഏതാണ്ട് 1300 കിലോമീറ്റർ ഇത് കടന്നു പോവുകയും ചെയ്തു. ഈ യാത്രയിലുടനീളം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം ബീഹാറിലെ വോട്ട് കൊള്ള തന്നെയാണ്. പ്രത്യേകിച്ച് SIR, അതായത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബീഹാറിലെ 65 ലക്ഷം പേരുടെ ആളുകളുടെ വോട്ടവകാശം ഇല്ലാതാകുന്നു. അത് വോട്ട് കൊള്ളയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് റാലി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം 2005 മുതലുള്ള ബീഹാറിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നിതീഷ് കുമാർ തന്നെയാണ് ഭൂരിഭാഗം സമയങ്ങളിലും മുഖ്യമന്ത്രി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം പിന്തുണയ്ക്കുന്ന ഏതെങ്കിലും നേതാവാണ് മുഖ്യമന്ത്രിയായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അവർക്ക് നഷ്ടപ്പെട്ടത് 15 സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പട്നയിൽ നടക്കുന്ന സമാപന സമ്മേളനം അതൊരു ഇന്ത്യ സഖ്യത്തിനെ ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ് തീരുമാനം. കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ യാത്രയിൽ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയാണ് ഈ യാത്ര നയിച്ചത്. KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ അവിടെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമാകും. ഈ യാത്രയിലുടനീളം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന നേതാക്കൾ, ഒന്ന് ബീഹാറിന്റെ പ്രതിപക്ഷ നേതാവായ, ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ 1ാമത്തെ പാർട്ടിയായ RJD നേതാവ് തേജസ്വി യാദവാണ്. ഒപ്പം CPML നേതാവ് ദിബാങ്കർ ഭട്ടാചാര്യ ഈ യാത്രയിലുടനീളം ഉണ്ടായിരുന്നു. ഒപ്പം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനൊപ്പമുള്ള VIP എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവായ, അതിൻ്റെ തലവനായ മുകേഷ് സാഹ്നിയും ഈ യാത്രയിലുടനീളം രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ യാത്രയിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വോട്ട് കൊള്ള നടത്തുന്നവർ, വോട്ട് കള്ളൻ, അത് അധികാരമൊഴിയുക, സീറ്റൊഴിയുക എന്ന മുദ്രാവാക്യമാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നത്. ഒപ്പം തൊഴിലില്ലായ്മ എന്ന വിഷയം ഉയർത്തിക്കൊണ്ടുവരാനും ഈ യാത്രയിലുടനീളം ഇന്ത്യ സഖ്യത്തിന്, രാഹുൽ ഗാന്ധിക്കും നേതാക്കൾക്കും സാധിക്കുകയും ചെയ്തു. കാരണം വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണം നടത്തുമ്പോൾ അതിൽ ഭൂരിഭാഗം പേരും ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അവിടെ എത്തിക്കാനും ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു. കാരണം രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം അവിടെ എത്തി. MK സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം അവിടെ എത്തുകയും ചെയ്തു. കാരണം തൊഴിൽ തേടി ബീഹാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ദക്ഷിണേന്ത്യയിലേക്കാണ്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കാണ്. അപ്പോൾ അവരുടെ വോട്ടാണ് നഷ്ടമാകുന്നത്. അപ്പോൾ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളും ഇതുമോട് ചേർത്ത് വെച്ചുകൊണ്ടൊരു പ്രചാരണം നടത്താനും ഇന്ത്യ സഖ്യത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഗാന്ധി പാർക്ക് മൈതാനത്ത് നിന്ന് അംബേദ്കർ പാർക്കിലേക്ക് ഒരു പദയാത്രയുണ്ട്. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് ഈ സമാപന സമ്മേളനം ആരംഭിക്കുകയും ചെയ്യുക. ആര്യ, ER രാഗേഷ് ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.